ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്പോട്ട് പ്രൈസിന്റെ ലെവൽസും അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചർ പ്രൈസിന്റെ ലെവൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. സ്പോട്ട് പ്രൈസിന്റെ ലെവലും അതുപോലെ തന്നെ ഫ്യൂച്ചറിന്റെ ലെവലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മുടെ ലൈവ് മാർക്കറ്റ് ടൈമിൽ എന്തെങ്കിലും ഒരു ട്രേഡ് സെറ്റപ്പ് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പ്രൊജക്ഷൻ ഏരിയാസ് ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഞാൻ നേരെ അനാലിസിലേക്ക് പോവാണ്. ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്, അതായത് സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടിലാണ്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് 23,800 മുതൽ 23,830 വരെയുള്ള ആ ഒരു ഏരിയ എന്താണ് ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തതാണ് 23,800 ആ ഒരു ഏരിയ എന്ന് പ്രൈസ് റിജക്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് സെല്ലിംഗ് എൻട്രി എടുക്കാൻ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്യണം. അപ്പം കഴിഞ്ഞ ദിവസം കറക്റ്റ് ആയിട്ട് തന്നെ മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ പ്രൈസ് റിജക്ട് ചെയ്ത് നേരെ താഴേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു വ്യൂവിനെ ബേസ് ചെയ്ത് നിങ്ങൾ എൻട്രി എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു ഡൗൺ മൂവ് നമ്മൾ കറക്റ്റ് ആയിട്ട് ലൈവായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നാളത്തേക്ക് നമുക്ക് ഈ ഒരു ഏരിയ എഗെയിൻ എന്താണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. എഗെയിൻ പ്രൈസ് ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞ് ഇവിടുന്ന് പ്രൈസ് ഒരു റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ അടുത്ത ഒരു വീക്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് എന്തെങ്കിലും ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 23,830 മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു അപ്സൈഡ് മൂവ് നിഫ്റ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി എത്തുന്ന ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 23,970 ഏരിയ ആണ്. അഗെയിൻ ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് 23,970 മുതൽ 24,000 എന്നൊരു ആ ഒരു ഏരിയ ഞാൻ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് 24,000 മുകളിൽ ബ്രേക്ക് ചെയ്താൽ എഗെയിൻ നമുക്കൊരു നല്ലൊരു അപ്സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 24,165 ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്താണ് നാളെ ഇപ്പൊ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നിന്ന് മാർക്കറ്റ് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് ഈ ഒരു ലെവൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. 23,586 മുതൽ 23,557 വരെയുള്ള ആ ഒരു ഏരിയ നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് സോണായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് പലപ്പോഴും മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ബൗൺസ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡൗൺ സൈഡിൽ ഒരു പുട്ട് സൈഡിലേക്ക് ഒരു എൻട്രി എടുക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്തും. അതായത് 23,556 താഴെയായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി എന്താണ് 23,460 ലെവലിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഈ ലെവൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞാൻ നേരെ ഫ്യൂച്ചറിന്റെ ചാർട്ടിലേക്ക് പോവാണ്. ഞാനിപ്പോൾ ഉള്ളത് മാർക്കറ്റ് പ്രൊഫൈലിന്റെ ചാർട്ടിലാണ്. ഓക്കെ, അപ്പൊ നാളെ നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ വാല്യൂ ഏരിയയുടെ ഹൈയും അതുപോലെ തന്നെ വാല്യൂ ഏരിയയുടെ ലോയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നിഫ്റ്റിയുടെ ഫ്യൂച്ചർ പ്രൈസിൽ നമുക്ക് ഈ വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത് 23,814 ആണ്. അതുപോലെ വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത് 23,674 ആണ്. ഓക്കെ, അപ്പം മാർക്കറ്റ് ഈ ഒരു വാല്യൂ ഏരിയന്റെ ഉള്ളിൽ എവിടെയെങ്കിലും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്താണ് ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ എന്താണ് ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ടും അല്ലെങ്കിൽ ഒരു ഫാൾസ് ബ്രേക്ക് ഡൗണും ഒക്കെ മാർക്കറ്റിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു വ്യൂ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു വാല്യൂരിയുടെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു ലെവലിൽ വാല്യൂരിയുടെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് അപ്സൈഡിലേക്കുള്ള ഒരു മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വാല്യൂരിയൻ ലോയിന്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ എന്താണ് ഇപ്പം വാല്യൂരിയന്റെ ലോയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു വാല്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് മുകളിലോട്ട് ഒരു ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വാല്യൂരിയ ഹൈ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഒരു പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഈ ലെവലാണ് 23,722 എന്ന ലെവൽ നിങ്ങൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു ലെവൽ ഏരിയ മാർക്കറ്റിൽ ആക്ട് ചെയ്യും.
അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫ്യൂച്ചറിന്റെ ലെവലും അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്പോട്ട് പ്രൈസും ലെവലും കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ പറയുന്ന ഈ സ്പോട്ട് പ്രൈസും ലെവൽസ് എല്ലാ ദിവസവും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് എവിടെയാണോ അവിടെ വരെ മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി പലപ്പോഴും നമ്മൾ വരയ്ക്കുന്ന ലെവൽസ് അത്രയും റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.